ക്ലാസ് തുടങ്ങി, അതൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ക്ലാസ് തുടങ്ങിയോ? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് തുടങ്ങിയായിരുന്നോ? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഒന്നും അറിയാൻ ഗുഡ് ആഫ്റ്റർനൂൺ പറ്റുന്നില്ല. മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon, ma'am. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടോ? ആ, കേൾക്കാൻ പറ്റുന്നുണ്ട് ടീച്ചറെ. സ്ലൈഡും കാണാൻ പറ്റും. കാണാനും പറ്റുന്നുണ്ട്, കേൾക്കാനും പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല. Yes, ma'am. ഇല്ല, എന്താ കഴിക്കത്തെ? ഇനി ക്ലാസ് കഴിയുമ്പോ 2:30 മണിയാവില്ലേ? കറക്റ്റ് സമയത്തിന് കഴിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, സമയം കിട്ടില്ല എനിക്ക് യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്യും. അപ്പൊ ഇന്നലെ ക്ലാസ് തുടങ്ങിയല്ലേ? നിങ്ങൾ അതിനെ കണ്ടിട്ടുണ്ടല്ലോ മുമ്പ്? ഇല്ലല്ലേ? കണ്ടിട്ടില്ലല്ലേ? ഇല്ല. എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. അശ്വതി. ഓക്കെ, അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ നിങ്ങളുടെ ക്ലാസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തല്ലേ? ഇന്നലെ തുടങ്ങിയല്ലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. വായിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നേരം വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ എടുക്കുന്ന ചാപ്റ്റർ ഓരോരുത്തരെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. അതായത് ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്ന ആൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം? മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എല്ലാവരും കൂടി വായിച്ചാല് ഭയങ്കര കലവലായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സ്ക്രീൻ നോക്കി വായിക്കാൻ പറ്റത്തുള്ളൂ. സ്ക്രീൻ നോക്കി വായിക്കാം. സ്ക്രീൻ നോക്കി വായിച്ചിട്ട് ജസ്റ്റ് അറിയാവുന്നതാണെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, പ്രോബ്ലം ഇല്ല, പറഞ്ഞാൽ മതി. ടീച്ചർ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും പറയും, നിങ്ങളെ കൊണ്ട് ജസ്റ്റ് ഒന്ന് വായിപ്പിക്കുന്നതാണ് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ റെഡിയാണ്? ഡൗട്ട്. എന്താ? ഓരോരോ ടീച്ചർക്ക് ഓരോരോ നോട്ട്സ് എടുക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ എല്ലാവർക്കും ഓരോരോ നോട്ട് വേണം, ഇല്ല ഒരേ നോട്ട്സിൽ എല്ലാം എടുക്കാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതിയാൽ മതി. നിങ്ങളുടെ കംഫർട്ട് എന്താണ് അതനുസരിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഒരു നോട്ടിൽ തന്നെ നമുക്ക് ഫസ്റ്റ് എഴുതാം, മിഡിൽ എഴുതാം, ലാസ്റ്റ് എഴുതാം. അങ്ങനെ എഴുതിയിട്ടില്ലേ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങള്? 4-5 ടീച്ചർ ഉണ്ടാവും പറഞ്ഞില്ലേ? അപ്പൊ ഒരേ നോട്ടിൽ എഴുതുമ്പോൾ ആയിട്ടൊക്കെ എഴുതാം. അത് നിങ്ങള് ചാപ്റ്റർ ഓരോരോ ചാപ്റ്റർ വൈസ് എഴുതിയാൽ മതി. ഓക്കെ, ടീച്ചർമാരുടെ നോക്കണ്ട, ചാപ്റ്റർ വൈസ് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ജസ്റ്റ് അങ്ങനെ എഴുതണേന് തൊട്ട് മുമ്പായിട്ട് ആ പേജിൽ തന്നെ ജസ്റ്റ് ടീച്ചർ ഏത് ചാപ്റ്റർ ആണ് ഞാൻ ഏത് ചാപ്റ്റർ ആണോ എടുത്തത് ആ ചാപ്റ്ററിന്റെ പേര് എഴുതുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടേംസോ എന്തെങ്കിലും ഞാൻ തരും. ഓക്കെ, നോട്ട്സ് ഞാൻ തരുന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിയുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പാണ് നോട്ട് തരിക കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം തരുള്ളൂ, ആവശ്യമെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നമ്മൾ ഈ നോട്ട് തന്നെയാണ് പഠിച്ചു പോകുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ എഴുതുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യാം, ആ ഒരു പേജിൽ തന്നെ സൈഡിലായിട്ട് ഏത് മിസ് ആണെന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. അത്രയും വേണ്ടു. ഓക്കെ ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. മിസ്സേ, ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉച്ചക്കായിട്ടാണോ? ബാക്കി റെക്കോർഡ് ക്ലാസ്സും പിന്നെ നോട്ട്സും ഒക്കെ ക്ലാസ്സുകള് നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ക്ലാസ് നിങ്ങൾക്ക് നാളെ രാവിലെ കാണാൻ പറ്റും. നാളെ രാവിലെ 10 മണിയൊക്കെ ആവുമ്പോൾ അവൈലബിൾ ആവും ക്ലാസ് റൂമിൽ കേട്ടോ. അങ്ങനെ അതോ ലേറ്റ് ആവും? ഇന്നിപ്പോ ലേറ്റ് ആയല്ലോ. നോട്ട്സ് ഒന്ന് എഴുതി വെക്കാൻ വിചാരിച്ചപ്പോ ഇപ്പൊ കുറച്ച് സമയമായിട്ടുള്ളല്ലോ വന്നിട്ട്. എന്താ മനസ്സിലായില്ല കേട്ടോ. ഇംഗ്ലീഷിന്റെ ക്ലാസ്, ഇന്നലത്തെ ഇംഗ്ലീഷിന്റെ നോട്ട് കിട്ടിയിട്ടില്ലായിരുന്നു, ലേറ്റ് ആയിരുന്നു. അത് അതിലിട്ടിട്ടുണ്ടല്ലോ. ക്ലാസ് റൂമിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടല്ലോ. ആ ലിങ്ക് കയറിയാൽ മതി. അതിൽ കിടക്കും.
അത് കുറച്ച് സമയമായിട്ടല്ലേ ഉള്ളൂ വന്നിട്ട്, നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം വന്നില്ലല്ലോ. അത് നാളെ പ്രിന്റ് ഔട്ട് എടുത്താൽ മതി. അത് ഓക്കെ, എന്തായാലും ആ ടീച്ചർ വരുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക് കേട്ടാ, ടീച്ചറിന്റെ നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട്. ഓക്കെ ഓക്കെ. അപ്പോ ഇന്ന് ഉണ്ടാവില്ല ഇംഗ്ലീഷ്? ഇന്ന് ഇല്ല, ഇന്നില്ലെന്നാ തോന്നുന്നു. ഇന്നില്ല. ഒരു വർക്കൊക്കെ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിൽ ചെയ്ത് അയച്ചു കൊടുക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ മിസ്. അപ്പൊ ഞാൻ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നാണ്, ചാപ്റ്റർ 4 കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്ന ചാപ്റ്റർ ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഹോസ്പിറ്റൽ എന്താണെന്ന് അറിയണം അല്ലെ? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റ്മെന്റിനായിട്ട് പോകുന്ന സ്ഥലമാണ് അല്ലെ? എന്ത് രോഗം വന്നാലും നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിനെയും ഡോക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണേ. അപ്പൊ എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഹോസ്പിറ്റൽ 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 അല്ലെ? അപ്പൊ ഈ ഹോസ്പിറ്റല് എന്താണ്? ഹോസ്പിറ്റലിന്റെ ആ ഒരു വേർഡ് ഉണ്ടല്ലോ, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉണ്ടല്ലോ, അതിനകത്ത് ഓരോ ലെറ്ററിനും ഓരോ മീനിങ്ങുകൾ ഉണ്ട്. അപ്പോ ഞാൻ ആദ്യം അതൊന്ന് പറയാം കേട്ടോ. അതിപ്പോ നിങ്ങൾ എഴുതിയെടുക്കണമെന്നില്ല, ഞാൻ ആ ഒരു 15 മിനിറ്റ്സ് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഒന്ന് കേൾക്കുക. അപ്പോ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓരോ ലെറ്ററിന്റെയും വേർഡ് മീനിങ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോ ആദ്യത്തേത് എച്ച് ആണ്. എച്ച് അല്ലേ? എച്ച് ഫോർ എന്താ? എച്ച് ഫോർ എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. ഹീലിംഗ്, HEALING, ഹീലിംഗ്. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സുഖപ്പെടുത്തുക. ഓക്കെ, അതാണ് എച്ചിനെ സൂചിപ്പിക്കുന്നത്. അടുത്തത് O ആണ്. O എന്ന് പറഞ്ഞാല് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്താ? അത് നിരീക്ഷിക്കുക. ഇനി S ഫോർ സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാല് മേൽനോട്ടം വഹിക്കുക. ഓക്കെ, സൂപ്പർവിഷൻ, മേൽനോട്ടം വഹിക്കുക. ഇനി P ആണ്. P ഫോർ പെർസ്വേഷൻ. ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ? ഇത് ചിലവർക്ക് ഇത് നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഒന്ന് ലീവ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ വീണ്ടും റീജോയിൻ ചെയ്താൽ മതി, അപ്പൊ ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പൊ P ഫോർ പെർസ്വേഷൻ. അതുകൂടെ പെർസ്വേഷൻ എന്ന് പറഞ്ഞാല് ഉപദേശിക്കുക. ഓക്കെ, ഉപദേശിക്കുകയാണ് പെർസ്വേഷൻ. അടുത്തത് I ആണ്. I ഫോർ ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷിക്കുക. നെക്സ്റ്റ് T ഫോർ ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ചികിത്സിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ A ഫോർ അഷ്വറൻസ്. അഷ്വറൻസ് മീൻസ് ഉറപ്പു നൽകുക. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് L ആണ്. L ഫോർ ലെഷർ, വിശ്രമാവസ്ഥ. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണോ? അപ്പൊ H ഫോർ എന്താണ്? ഹീലിംഗ് ആണ്. O ഫോർ ഒബ്സർവേഷൻ, S ഫോർ സൂപ്പർവിഷൻ, P ഫോർ പെർസ്വേഷൻ, I ഫോർ ഇൻവെസ്റ്റിഗേഷൻ, T ഫോർ ട്രീറ്റ്മെന്റ്, and A ഫോർ assurance, and last one is L for leisure. Clear ആണോ? ഓക്കെ മാം, ക്ലിയർ ആണ്. ഓക്കെ, മോളെ ഇത് സ്ക്രീനിൽ ഇല്ല കേട്ടോ, ഞാൻ അല്ലാതെ പറഞ്ഞതാണ് കേട്ടോ. ഓരോ ഹോസ്പിറ്റൽ എന്താണെന്ന് ആ ഒരു വേർഡ് മീനിങ്, ലിറ്റർ മീനിങ് ആണ് പറയുന്നത് കേട്ടോ. സ്ക്രീനിൽ വായിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ ആഞ്ചൽ മരിയ ജോസഫ്. ഓക്കെ മോളെ, ഇതൊന്ന് വായിക്കുക കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റല് സൈസ് ഒന്ന് വായിക്കാം. ഏറ്റവും മേളത്തെ തൊട്ട് വായിക്കണോ? ആ, വായിക്കണം. There are different types of hospital and each type has its own characters, strength and limitations owing to variation in type. It's necessary to classify to understand its type.
hospital can classified on following basis. First one, size, level of care. Miss, അത് clear അല്ല. ക്ലിയർ ആയി? Clinical specialties, ഉം. ownership, system of medicine, length of stay. ബാക്കിയും കൂടെ വായിക്കണോ? സയൻസ് മാത്രം വായിച്ചാൽ മതി. Okay. First one is size. Size of a hospital is generally measured by the number of inpatient beds it's offered. On the basis of size, a hospital can be classified as small hospital and mid-sized hospital or a large hospital. ഓക്കെ, എന്താ മനസ്സിലായത് ഏഞ്ചൽ? നമ്മുടെ ഹോസ്പിറ്റലില് പേഷ്യൻസ് ചെറുതും വരുന്ന അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് അല്ലെ ഹോസ്പിറ്റലിനെ, അല്ലെ? ഓക്കെ. പലതിന്റെയും ഇതിലല്ലേ? ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പൊ ഏഞ്ചൽ ഇവിടെ വായിച്ചു. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും മൈൻഡിൽ റീഡ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഒരു ആള് വായിക്കുമ്പോ ബാക്കിയുള്ളവർ എന്ത് ചെയ്യാം, മൈൻഡിൽ അത് റീഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് പല ടൈപ്പിലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓക്കെ, നമ്മൾ കാണുന്നതാണ് അല്ലെ. അതായത് ചെറുതും വലുതുമായിട്ടുള്ള അല്ലെങ്കിൽ ഇടത്തരമുള്ള ധാരാളം ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഹോസ്പിറ്റലുകൾക്ക് ഓരോന്നിനും ഓരോ സവിശേഷതകളാണുള്ളത് അല്ലെ, ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിന്റെ സ്ട്രെങ്ത്തും ലിമിറ്റേഷൻസും വെച്ച് നോക്കുവാണെങ്കിൽ, അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അത്രയും ആളുകള് വേറൊരു ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെന്റ്സ്, മെഷീനറീസ്, അങ്ങനെയുള്ള സ്റ്റാഫുകളുടെ എണ്ണം ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കുള്ളൂ. പലതരം ഹോസ്പിറ്റലുകളാണുള്ളത്. ഓരോന്നിന്റെയും ബേസിൽ ഓരോന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് കുറവ് ആൾക്കാരാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കൂടുതൽ ആളുകൾ ഉണ്ടാവും. അങ്ങനെ എന്താണ്, സ്ട്രെങ്ത്തിന്റെയും ലിമിറ്റേഷൻസിന്റെയും ബേസിലാണ് ഇത് ഹോസ്പിറ്റൽസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു, അതായത് സ്ട്രെങ്ത്തും ലിമിറ്റേഷൻസ് ഒക്കെ വെച്ച് നമ്മള് ഹോസ്പിറ്റൽസിനെ നോക്കി കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിനെ പലതരത്തിൽ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഹോസ്പിറ്റൽ ക്യാൻ ക്ലാസിഫൈഡ് ഓൺ ഫോളോയിങ് ബേസിസ്. ഓക്കെ, അപ്പോ താഴെ കാണുന്ന രീതിയിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ഹോസ്പിറ്റലിനെ നമ്മള് ഡിവൈഡ് ചെയ്യുന്നത്, മീൻസ് തരംതിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈസ് ആണ്. സൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ, വലിപ്പമാണ്, വലിപ്പം. ഓക്കെ, സൈസ് എന്ന് പറഞ്ഞാല് വലിപ്പം. രണ്ടാമത്തത് ലെവൽ ഓഫ് കെയർ, അതായത് രോഗിക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ഇനി തേർഡ് വൺ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. ഇപ്പൊ ഓരോ ഹോസ്പിറ്റലിലും എന്താണ്, ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവുമല്ലോ. ഓരോ രോഗത്തിനും ഓരോ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോ ഒരു രോഗി എന്തെങ്കിലും രോഗവുമായിട്ട് ചെന്ന് കഴിഞ്ഞാല് അയാളുടെ രോഗം എന്താണെന്ന് ഡയഗ്നോസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ആൾക്ക് അതിന്റെ എന്താണ് അയാളുടെ രോഗം എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റില് ചികിത്സ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ രോഗത്തിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ആർക്ക് കൊടുക്കുന്നത്, നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, അതായത് ഉടമസ്ഥാവകാശം. ഇപ്പൊ എന്റെ പേരിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ എന്താണ്, അത് എന്റെ ഹോസ്പിറ്റലാണ് അല്ലെ, അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നാണ് അറിയപ്പെടുക. അപ്പോ ഗവൺമെന്റിന്റെ ബേസിൽ, ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള എന്തുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, സ്വകാര്യ വ്യക്തികളുടെ കീഴിലുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ ഓരോന്നും എന്താണ്, ഓണർഷിപ്പിന്റെ ബേസിൽ എന്ത് ചെയ്തിരിക്കുന്നു, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, സിസ്റ്റം ഓഫ് മെഡിസിൻ, അതായത് എന്ത് മെഡിസിൻ ആണോ ആ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലുകളെ തരംതിരിക്കാം. ആൻഡ് നെക്സ്റ്റ് ഈസ് ലെങ്ത് ഓഫ് സ്റ്റേ, അതായത് ഒരു ഹോസ്പിറ്റലില് ആളുകളെ താമസിപ്പിച്ചിരിക്കുന്നത് എത്ര നാളത്തേക്കാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ഇതാണ്, അതായത് 6 രീതികളുണ്ട്, 6 തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും.
ആദ്യത്തേത് സൈസ് ആണ്, രണ്ടാമത്തേത് ലെവൽ ഓഫ് കെയർ, മൂന്നാമത്തേത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, 4 ഓണർഷിപ്പ്, 5 സിസ്റ്റം ഓഫ് മെഡിസിൻ, 6 ലെങ്ത് ഓഫ് സ്റ്റേ. ഓക്കെ, അതിന്റെ ഫസ്റ്റ് വൺ മീൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൈസ് ആണ് അല്ലെ, നമ്മൾ പറഞ്ഞു. അപ്പൊ സൈസ് എന്താണെന്ന് നോക്കാം. ഇവിടെ സൈസ് എന്ന് പറയുന്നത് അതായത് നമ്മളൊരു ഹോസ്പിറ്റലിന്റെ വലിപ്പം നിർണ്ണയിക്കുന്നത്, അതിന്റെ വലിപ്പം നമ്മൾ അളക്കുന്നത് ചെറുതോ വലുതോ എന്ന് നോക്കിയിട്ടല്ല. നമ്മളിപ്പോ വഴി കൂടെ നടന്നു പോവാണ്, നമ്മൾ പോകുന്ന വഴിയില് ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്, ഒരു ചെറിയ ഹോസ്പിറ്റലുണ്ട് വിചാരിക്കാം. നമ്മൾ കാണുമ്പോഴെന്താ, വലിയ കെട്ടിടത്തെയാണ് നമ്മൾ വലിയ ഹോസ്പിറ്റൽ എന്ന് വിളിക്കുക അല്ലെ, ചെറിയ കെട്ടിടത്തെ നമ്മൾ എന്ത് വിളിക്കും, ചെറിയ ഹോസ്പിറ്റൽ എന്ന് വിളിക്കും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്താ അങ്ങനെ പറയുന്നത് തെറ്റാണെന്നാ പറയുന്നത്. കാരണം ഒരു ഹോസ്പിറ്റലിനെ വലുതെന്നും ചെറുതെന്നും നമുക്ക് വേർതിരിച്ചു കാണാൻ സാധിക്കുന്നത് എന്തിന്റെ ബേസിലാ, അവിടെയുള്ള ഇൻ പേഷ്യന്റ് ബെഡ്സിന്റെ ബേസിലാണ്. അവിടെ എത്ര കിടക്കകളാണോ ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റലിന്റെ സൈസ് നമ്മൾ നിർണ്ണയിക്കുക. ഒരു ഹോസ്പിറ്റലില് കൂടുതലായിട്ട് ഇപ്പൊ ചെറിയ ഹോസ്പിറ്റലായിരിക്കും, അത് അവിടെ കൂടുതൽ കിടക്കകൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് പറയും, അതിനെ വലിയ ഹോസ്പിറ്റൽ എന്നാ പറയാ. പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റൽ അല്ലെ ഞാൻ പറഞ്ഞു അല്ലെ, ആ വലിയ ഹോസ്പിറ്റലില് കുറവ് കിടക്കകളെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് അതാവോ, അത് വലുതാവോ? ഒരിക്കലും അല്ല. കെട്ടിടം വലുതാണെന്ന് കരുതി അവിടെ കിടക്കകള് കൂടുതൽ ഉണ്ടാവണമെന്നില്ല. അപ്പോ ഇൻ പേഷ്യന്റ് ബെഡ്സ്, അതായത് ബെഡിന്റെ കിടക്കയുടെ അടിസ്ഥാനത്തിലാണ് നമ്മള് ഹോസ്പിറ്റലിന് എത്ര കിടക്കകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മള് ഹോസ്പിറ്റലിനെ സ്മോൾ ഹോസ്പിറ്റൽ എന്നും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്നും ലാർജ് ഹോസ്പിറ്റൽ എന്നും തരംതിരിക്കുന്നത്. ഓക്കെ, സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താ, ചെറുത് അല്ലെ, മിഡ് സൈസ്ഡ് എന്ന് പറഞ്ഞാല് ഇടത്തരം, ലാർജ് എന്ന് പറഞ്ഞാല് വലുത്. ഇതിനൊക്കെ തരംതിരിക്കുന്ന എന്തിന്റെ ബേസിലാ, അവിടെയുള്ള ഇൻ പേഷ്യന്റ് ബെഡ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Yes, ma'am. Yes, ma'am. ഓക്കെ Yes. ഓക്കെ, നഹല നാസർ, നഹല Yes, ma'am. മോളെ ആ സ്മോൾ ഹോസ്പിറ്റൽ ഒന്ന് വായിച്ചേ, എന്നിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. Small hospital. The hospital with approximately 30 or less beds are generally recognized as small hospitals. Small hospitals have limited resources and do not offer highly end care. Majority of hospitals in India are small hospitals, especially in suburban and rural areas. It is common practice in small hospitals to outsource various services such as laboratory, radiology, and pharmacy. Emergency care, intensive care, and surgical care facilities are usually at a very basic level in small hospitals. അതായത് സ്മോൾ ഹോസ്പിറ്റൽസ് അപ്രോക്സിമേറ്റ്ലി ടീച്ചറെ ആരോ അൺമ്യൂട്ട് ആണ്. ബാക്കി എല്ലാവരും ഞാൻ പറയുന്ന ആളെ വെച്ചിട്ട് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതായത് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 30 അല്ലെങ്കിൽ ബെഡ്സ് ജനറലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസിനാണ് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയാം. സ്മോൾ ഹോസ്പിറ്റൽ ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ്. അവിടെ ചെറിയ ചെറിയ റിസോഴ്സസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. Do not offer highly end care. Majority of the hospitals in India are small hospitals. ഇന്ത്യയിലുള്ള മെജോറിറ്റി ഹോസ്പിറ്റൽസും സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. അവിടെ ഒന്നും ഹൈലി ഓഫേർഡ് ആയിട്ടുള്ള കെയർ ഒന്നും നമുക്ക് കിട്ടാൻ ഇല്ല. അതുകൊണ്ട് തന്നെ അത് സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. Outside various services such as laboratory, radiology, and pharmacy, emergency care, intensive care, and surgical facilities are usually at a very basic level in small. Other small hospitals, emergency care and intensive care, surgical care facilities allow very less basically and out. അതുകൊണ്ട് തന്നെ അതിനെ സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോ സ്മോൾ ഹോസ്പിറ്റൽ അല്ലെ,
ചെറിയ ഹോസ്പിറ്റൽ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്മോൾ ഹോസ്പിറ്റലിനെ പറയുന്നത്. ഹോസ്പിറ്റൽ വിത്ത് അപ്രോക്സിമേറ്റ്ലി 30 or less beds, അതായത് 30 അതിൽ കുറവോ കിടക്കകളുള്ള ഹോസ്പിറ്റലുകളാണ് സ്മോൾ ഹോസ്പിറ്റൽ കേട്ടോ. 30 അതിൽ കുറവോ കിടക്കകളാണ് അവിടെ ഉള്ളത് നമുക്ക് സ്മോൾ ഹോസ്പിറ്റലില് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റലില് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ലിമിറ്റഡ് റിസോഴ്സസ്, അതായത് അവിടെയുള്ള എക്യുപ്മെന്റ്സ് ആയാലും ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ആയാലും സ്റ്റാഫുകൾ ആയാലും അതുപോലെ തന്നെ മിഷനറീസ് ആയാലും എന്താണ്, അത് ലിമിറ്റഡ് ആയിരിക്കും. വളരെ കുറച്ച് മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ, സ്മോൾ ഹോസ്പിറ്റലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ആൻഡ് ഡു നോട്ട് ഓഫർ ഹൈലി എൻ കെയർ, അതായത് ഭയങ്കരമായിട്ടുള്ള കെയർ ഒന്നും ആരും കൊടുക്കുന്നില്ല സ്മോൾ ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടില്ല. നമ്മളിപ്പോ ഒരു സ്മോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് എന്താണ്, നമ്മളെ മാത്രം ശ്രദ്ധിച്ചൊന്നും ആരും അവിടെ ഇരിക്കുന്നുണ്ടാവില്ല. എല്ലാവരെയും എന്താ ചെയ്യുന്നത്, ജനറൽ ആയിട്ടാണ് കാണുന്നത്. നമുക്ക് വേണ്ടി പ്രത്യേക ഒരു ഓഫർ അല്ലെങ്കിൽ കെയർ ഒന്നും അവിടെ കിട്ടില്ല, സ്മോൾ ഹോസ്പിറ്റലിൽ നമുക്ക് ചെന്നാൽ കിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് മെജോറിറ്റി ഓഫ് ഇൻ ഇന്ത്യ ഈസ് സ്മോൾ ഹോസ്പിറ്റൽ, അതായത് ഇന്ത്യയിലെ മെജോറിറ്റിയും ഹോസ്പിറ്റല് സ്മോൾ ഹോസ്പിറ്റലാണ്. എന്തുകൊണ്ടാണ് മെജോറിറ്റി പറയുന്നത്? അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ധാരാളം കുഗ്രാമങ്ങളുള്ളൊരു രാജ്യമാണ് അല്ലെ. അവിടെ വലിയ വലിയ ഹോസ്പിറ്റലുകളൊന്നും നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ, ട്രാൻസ്പോർട്ടേഷന്റെ കുഴപ്പമുണ്ട്. കാരണം ഈ ഒരു കുഗ്രാമങ്ങളിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഭയങ്കര പാടുള്ള കാര്യമാണ് അല്ലെ. അതായത് ഈ ഗ്രാമങ്ങളിൽ, നമ്മുടെ കേരളത്തിലല്ല ഞാൻ പറയുന്നത്, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാല് ധാരാളം ഗ്രാമങ്ങളുണ്ട്, ധാരാളം ഊടുവഴികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോഴെന്താണ്, നമുക്ക് സ്മോൾ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് പറ്റുള്ളൂ. കാരണം വലിയ വലിയ ബിൽഡിങ്ങുകൾ പോലും എവിടെ ഉണ്ടാവില്ല, ആ നാട്ടിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഇന്ത്യയില് മെജോറിറ്റിയും ഹോസ്പിറ്റൽ എന്ത് ഹോസ്പിറ്റലാണ്, അത് സ്മോൾ ഹോസ്പിറ്റൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സ്മോൾ ഹോസ്പിറ്റലിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി, സ്മോൾ ഹോസ്പിറ്റലാണ് നമ്മൾ ചെല്ലുന്നത്, നമ്മൾ ഡോക്ടറെ കണ്ടു, ഡോക്ടർ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തന്നു. ആ പ്രിസ്ക്രിപ്ഷനില് ഡോക്ടർ പറയുന്നുണ്ട് ലാബ് ടെസ്റ്റ്, അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്കാനും ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ പക്ഷെ ആ ഹോസ്പിറ്റലില് അതിനുള്ള സൗകര്യമില്ല. കാരണം ലബോറട്ടറി സർവീസ് ഇല്ല, അതുപോലെ തന്നെ ഫാർമസി സർവീസ്, അതായത് മെഡിസിൻസ് കാര്യങ്ങളൊന്നും ഫാർമസി ഉണ്ട്, പക്ഷെ നമ്മൾക്ക് കഴിക്കേണ്ട മരുന്ന് ആ ഹോസ്പിറ്റലിൽ ഇല്ല. അതുപോലെ തന്നെ റേഡിയോളജിയുടെ ഫെസിലിറ്റീസും എവിടെ ഇല്ല, സ്മോൾ ഹോസ്പിറ്റലിൽ ഇല്ല. ഒരു MRI എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മള്, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റിന് നമ്മൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പുറത്തു പോയി എന്ത് ചെയ്യണം, ഇതൊക്കെ ചെയ്യേണ്ട വരില്ലേ. അതിനെയാണ് എന്ത് പറയുന്നത്, ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടേണ്ട എല്ലാത്തരം ഫെസിലിറ്റീസും എന്താ ചെയ്യുന്നത്, ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ഡോക്ടർമാര് പറയും ഈ സൗകര്യം ഇവിടെ ഇല്ല കേട്ടോ, നിങ്ങൾ പുറത്ത് ചെയ്യേണ്ട വരും എന്ന് പറയും. മരുന്നുകളൊക്കെ നമ്മൾക്ക് എഴുതി തരികയാണെങ്കിൽ അവർ പറയും ഈ മരുന്ന് ഇവിടെ ഉണ്ടാവില്ല, പുറത്തുനിന്ന് വാങ്ങേണ്ട വരും എന്ന് പറയും. അങ്ങനെ എല്ലാരും എന്താണ്, പുറത്തേക്ക് നമ്മൾക്ക് തരിക ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്, ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളത് സ്മോൾ ഹോസ്പിറ്റലുകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അതുപോലെ തന്നെ പറയുന്നുണ്ട് എമർജൻസി കെയറും ഇന്റൻസീവ് കെയറും. അതായത് എന്തെങ്കിലും ഒരു ആവശ്യം, പെട്ടെന്ന് നമുക്ക് ഒരു ശ്വാസം മുട്ടൽ വന്നെന്ന് വിചാരിക്കാം, നമ്മൾ തൊട്ടടുത്തുള്ള സ്മോൾ ഹോസ്പിറ്റലിലാണ് ആദ്യം പോവുക. അവിടെ നമുക്ക് ചെല്ലുമ്പോൾ എന്താണ്, അതായത് എന്താണ്, ഇപ്പൊ പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവരെന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മളെ നെബുലൈസ് ചെയ്യുമെന്ന്. അങ്ങനെയുള്ള ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സ്മോൾ ഹോസ്പിറ്റലിൽ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കൊരു സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു മുറിവുണ്ടായെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളിപ്പോ പെട്ടെന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോ വീണെന്ന് വിചാരിക്കുക, വീണ് കഴിയുമ്പോ
നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ പോകും അല്ലെ? ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഈ സ്മോൾ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവരെന്താ ചെയ്യുക? അവർ ആ മുറിവുണ്ടായ സ്ഥലത്ത് ഒന്ന് ബാൻഡേജ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യും. അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സ്മോൾ ഹോസ്പിറ്റലിൽ ചെയ്യുള്ളൂ. ബാക്കിയുള്ള ചികിത്സക്ക് നമ്മളോട് പറയും പുറത്തേക്ക് വേറെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അവർ നമ്മളോട് സജസ്റ്റ് ചെയ്യും. അപ്പോ ഇങ്ങനെയുള്ള കെയറുകളാണ് അവിടെ കൊടുക്കുന്നത്, സ്മോൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. അപ്പോ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക, 13 or less ബെഡ്സ് ആണ് സ്മോൾ ഹോസ്പിറ്റലിൽ ഉള്ളത്. ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അതുകൂടാതെ മെജോറിറ്റി ഓഫ് ഇൻ ഇന്ത്യ ഇസ് സ്മോൾ ഹോസ്പിറ്റൽ. ഭൂരിഭാഗം ഹോസ്പിറ്റലുകളും സ്മോൾ ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ ഔട്ട്സോഴ്സ് വേരിയസ് സർവീസസ്, പലതരത്തിലുള്ള സർവീസുകൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നു. പിന്നെ ഇന്റൻസീവ് കെയർ ഫെസിലിറ്റീസ് ആയാലും ബേസിക് കെയർ ആയാലും എന്താണ്, വെരി ബേസിക് ലെവലിൽ നിന്നാണ് തുടങ്ങുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്മോൾ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പ് ചെയ്താൽ മതി, പറയണം എന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. ആതിര ആതിരയുടെ അവിടെ, അല്ലെങ്കിൽ വേറൊരാള് വായിക്കൂ. ഷിംന ഷമാസെ. ഷിംന ആരാ വായിക്കുക? ഒരാള് അടുത്തത്തെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റല്. ചെപ്പു അൻസു വായിക്കാമോ? ആ, ഓക്കെ മോളെ, ഒന്ന് വായിച്ചേ. മിഡ് സൈസ്ഡ് Mid-sized hospitals, typically having 30 to 100 beds, are also very popular in India. They have more resources than small hospitals and are better equipped to provide complex services. However, they are not so comprehensive as large hospitals. They generally offer reasonable level of emergency and intensive care hospitals. Intensive care and will have most of clinical support service such as diagnostic as in-house service. Non-clinical services such as food service, laundry, housekeeping, etc. are usually outsourced in a mid-sized hospital. എന്താ മനസ്സിലായത്? എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ ഹോസ്പിറ്റൽസ് 30 to 100 ബെഡ്സ് ആണ് ഉണ്ടാവുക. ദേ ആർ വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആണ്. അവിടെ സ്മോൾ ഹോസ്പിറ്റൽസിനേക്കാളും കുറച്ച് കൂടുതൽ റിസോഴ്സ് ഉണ്ടാവും, ബെറ്റർ എക്യുപ്ഡ് സർവീസസ് ഉണ്ടാവും. അവര് പക്ഷെ ലാർജ് ഹോസ്പിറ്റൽസിന്റെ അത്ര കോംപ്രഹെൻസീവ് ആയിരിക്കൂല. They generally offer reasonable level of emergency. ഒരു ബെറ്റർ ലെവലുള്ള എമർജൻസി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്ലിനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലിനിക്കൽ സർവീസ് സച്ച് ആസ് ഫുഡ് സർവീസ് ഉണ്ടാവും, ലോണ്ടറി ഉണ്ടാവും, ഹൗസ് കീപ്പിംഗ് ഉണ്ടാവും. പിന്നെ യൂഷ്വലി ഔട്ട്സോഴ്സ്ഡ് ഇൻ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. ഓക്കെ, താങ്ക് യു. വായിച്ചു കേട്ടോ. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്യുക. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലാണ്. ഓക്കെ, മിഡ് സൈസ്ഡ് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലെ, ഇടത്തരം ഹോസ്പിറ്റലുകളാണ് നമ്മൾ എന്ത് പറയാ? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയാം അല്ലെ, ഇടത്തരം ഹോസ്പിറ്റലുകൾ. അപ്പോ ഇവിടെ പറയുന്നുണ്ട് 13 to 100 ബെഡ്സ് ആണ് പറയുന്നത്. നമ്മള് സ്മോൾ ഹോസ്പിറ്റൽ പറഞ്ഞപ്പോ 30 or less ആ പറഞ്ഞത് അല്ലെ. പക്ഷെ മിഡ് സൈസിലേക്ക് വരുമ്പോ എന്താണ്, ബെഡ്സിന്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. എത്രയായി ബെഡ്സിന്റെ എണ്ണം? 30 to 100 ബെഡ്സ്. അതുപോലെ തന്നെ വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ഒന്നാണ് എന്ത്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. നമ്മൾ സ്മോള് പറഞ്ഞ എന്തായിരുന്നു? അതായത് മെജോറിറ്റി ആണ് അല്ലെ. അപ്പൊ രണ്ടിനും എന്താണ് ഡിഫറൻസ് ഉണ്ട്. നമ്മള് ഏതാണ് മെജോറിറ്റി ഓഫ് ഇന്ത്യ ഏത് ഹോസ്പിറ്റൽ ആണെന്ന് ചോദിച്ചാല് അത് സ്മോൾ ഹോസ്പിറ്റലാണ്.
പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലാണ്. ഓക്കെ. അതുകൂടാതെ കൂടുതൽ റിസോഴ്സസ് ഉണ്ട്. നമുക്ക് എന്താണ് കൂടുതലായിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. ഹാവ് മോർ റിസോഴ്സസ്. നമ്മള് സ്മോളില് കണ്ടു എവിടെയാ, അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഇവിടെ ഉള്ളത് സ്മോൾ ഹോസ്പിറ്റലിലുള്ളത്. പക്ഷെ നമ്മൾ മിഡ് സൈസിലേക്ക് വരുമ്പോൾ എന്താണ് കുറച്ചും കൂടി എന്താ പറയാ, കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള റിസോഴ്സസ് നമുക്ക് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഉണ്ട്, മെഷീനറീസ് ഒക്കെ എവിടെയുണ്ട്, ഈ ഒരു മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ ഉണ്ട്. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് ചില സങ്കീർണമായിട്ട് രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി ഈ ഒരു മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ നമ്മളെ കൊണ്ടുചെന്ന് കഴിഞ്ഞാല് അവരെന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പരിചരണം തന്നെ നമുക്ക് അവര് തരും. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ റിസോഴ്സസും സർവീസസും അവർ തരുന്നുണ്ടെങ്കിലും ലാർജ് ഹോസ്പിറ്റലിന്റെ അത്ര കോംപ്രഹെൻസീവ് അല്ല. അതായത് ലാർജ് ഹോസ്പിറ്റലിന്റെ അത്ര വിശാലമായിട്ടുള്ള ഒന്നല്ല ഇത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ. അതുകൂടാതെ അവര് റീസണബിൾ ലെവൽ ഓഫ് എമർജൻസി ആൻഡ് ഇന്റൻസീവ് കെയർ തരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റോ ആയിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാല് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജീവന് ആപത്തൊന്നുമല്ലാത്ത രീതിയിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവനും ആരോഗ്യം സംരക്ഷിക്കാനൊക്കെ അവർക്ക് കഴിയും. കാരണം എന്താ, അതിനനുസരിച്ചുള്ള മെഷീനറീസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, എല്ലാവരും അവിടെ ഉണ്ട്, ഉണ്ട്. പക്ഷെ ലാർജ് ഹോസ്പിറ്റലിൽ അത്രയും വരില്ല എന്ന് മാത്രം, അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എല്ലാ കാര്യങ്ങളും, അതായത് സ്മോൾ ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞു ലബോറട്ടറി ആയിക്കോട്ടെ, റേഡിയോളജി ആയിക്കോട്ടെ, ഫാർമസി ആയിക്കോട്ടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്കാണ് വിടുന്നത് അല്ലെ. പക്ഷെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലില് അത് ഉള്ളിൽ തന്നെയാണ് നടക്കുന്നത്. ഇപ്പൊ നമുക്കൊരു എക്സ്റേ എടുക്കണം, നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു MRI ചെയ്യണം, ഇതൊക്കെയുള്ള സൗകര്യങ്ങൾ എവിടെയുണ്ട്, അത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഡയഗ്നോസ്റ്റിക്സ് ആസ് ഇൻഹൗസ് സർവീസ്. അതിന്റെ ഉള്ളിൽ തന്നെ എന്ത് നടക്കുന്നുണ്ട്, ഈ ഡയഗ്നോസ്റ്റിക്കിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് രോഗനിർണയം, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു രോഗമാണെന്ന് തിരിച്ചറിയാനായിട്ടാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ, സ്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അല്ലെ. അപ്പൊ ഡയഗ്നോസ്റ്റിക് അറിയാൻ വേണ്ടിയിട്ട്, അതായത് രോഗനിർണയത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലില് ഈ ഉള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ചില നോൺ ക്ലിനിക്കൽ സർവീസ് ഉണ്ട്. ക്ലിനിക്കൽ സർവീസ് അല്ലാതെ നോൺ ക്ലിനിക്കൽ സർവീസ്, അത് ഫുഡ് സർവീസ് ഉണ്ട്, ലോണ്ടറി ഉണ്ട്, ഹൗസ് കീപ്പിംഗ് ഉണ്ട്. ഫുഡ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് അല്ലെ. ലോണ്ടറി എന്ന് പറഞ്ഞാല് നമ്മുടെ വാഷിങ്ങും മറ്റും കാര്യങ്ങളും, ഡ്രസ്സസ് ഒക്കെ കൊണ്ടുപോയിട്ട് അല്ലെ. അതുപോലെ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാല് ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നത് പുറത്തുള്ള കമ്പനികളുമായിട്ടോ സംഘടനകളുമായിട്ടോ ജോയിൻ ചെയ്തിട്ടാണ്. ഇപ്പൊ നമ്മള് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ഉച്ച സമയമാണെങ്കിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ആ ഒരു ടൈമില് എന്ത് ചെയ്യും, ഉച്ചഭക്ഷണവുമായിട്ടൊരു വണ്ടി വരും അല്ലെ. അതിനകത്ത് 2-3 ആളുകളൊക്കെ ഉണ്ടാകും. അവരെന്ത് ചെയ്യും, ഫുഡ് സെർവ് ചെയ്യും അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു സംഘടനയുടെ നേതൃത്വത്തില് ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫുഡ് സപ്ലൈ അവർ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെയാണ് ഇപ്പൊ ലോണ്ടറിക്ക് ആയാലും ഹൗസ് കീപ്പിങ്ങിനായാലും ഒക്കെ എന്താണ്, പുറത്തുള്ള സംഘടനകളുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റൽസ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഇതൊക്കെ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഈസ് ലാർജ് ഹോസ്പിറ്റൽ കേട്ടോ. ലാർജ് ഹോസ്പിറ്റൽ ആരാ വായിക്കാം? ഒരാൾ വരും കേട്ടോ വായിക്കാൻ, ഞാൻ പറയുന്നില്ല. ആരാ വായിക്കാം? ആ ഓക്കെ, വായിച്ചു.
Large hospitals. Hospitals with more than 100 beds are recognized as large hospitals. Very often, these hospitals offer multiple specialty and super specialty services. Large hospitals have plentiful resources to handle large number of patients and complex health issues. They typically have completely developed ICU, operation theatre complex, emergency care units, and all other clinical support units such as laboratory and radiology. ഓക്കെ, എന്താ പറയാ? ലാർജ് ഹോസ്പിറ്റലിന് മോർ ദാൻ 100 ബെഡ്സ് ഉണ്ടാവും. വെരി പ്ലെന്റിഫുൾ റിസോഴ്സസ് ആണ് അവിടെ ഉണ്ടാവുക. വെൽ ഡെവലപ്ഡ് ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി കെയർ എല്ലാം വെൽ ഡെവലപ്ഡ് ആയിരിക്കും. താങ്ക് യു. ഓക്കെ, അപ്പോ ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് അവിടെ പറഞ്ഞു തെരേസ വായിച്ച പോലെ തന്നെ എന്താ പറയാ 100 ബെഡ്സിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. 100 ബെഡിൽ കൂടുതലാണോ അതിന് നമ്മൾ എന്ത് പറയും? ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയും. അപ്പൊ നമുക്ക് ഇവിടെ ലഭ്യമാകുന്ന സർവീസുകൾ എന്ന് പറഞ്ഞാല് മൾട്ടി സ്പെഷ്യാലിറ്റി സർവീസ് ആണ്. ഓക്കെ, മൾട്ടി സ്പെഷ്യാലിറ്റി അതായത് എന്താ? അത്യാധുനികമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് മെഷീനറീസ് ഉണ്ട്, ഡോക്ടേഴ്സ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. അങ്ങനെയുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ നയിക്കുന്ന ഹോസ്പിറ്റലുകളാണ് ഈ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? അത്രയും ഗംഭീരമായിരിക്കും അല്ലെ. അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകള്, ഇവയ്ക്ക് എന്താണ്? ലാർജ് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്ലെന്റിഫുൾ ആയിട്ടുള്ള റിസോഴ്സസ് കാണാൻ പറ്റും. ധാരാളം വിഭവങ്ങള്. നമ്മള് സ്മോൾ ഹോസ്പിറ്റൽ ആയാലും മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റൽ ആയാലും എന്താണ്? കുറച്ചല്ലേ ഉള്ളൂ അല്ലെ. ഭയങ്കരമായിട്ട് നമുക്ക് പറയാനും മാത്രമുള്ള ഫെസിലിറ്റീസ് ഒന്നും അവിടെ ഇല്ല. ആ 2 സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമ്മൾ ലാർജ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവിടെ ധാരാളം റിസോഴ്സസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അറ്റ് എ ടൈം എന്താണ്? ഒരേ സമയത്ത് തന്നെ നമ്മൾ പല പേഷ്യൻസിനെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല ഹെൽത്ത് ഇഷ്യൂസിന് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇവിടെയുള്ള പ്രത്യേകത കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ICU എവിടെ ഉണ്ടാവും? ലാർജ് ഹോസ്പിറ്റലിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ അല്ല ഉള്ളത്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ആണ് ഇവിടെ ഉണ്ടാവുക, ഈ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ എമർജൻസി കെയർ യൂണിറ്റ് ഉണ്ടാവും, ലബോറട്ടറി ഉണ്ടാവും. അങ്ങനെയുള്ള 2 ലബോറട്ടറി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. എന്നിട്ട് ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ളൂ, അത് മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും? ഈ ഒരു ലാർജ് ഹോസ്പിറ്റലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ നമ്മള് സൈസിനെ നമ്മള് 3 രീതിയിൽ ഡിവൈഡ് ചെയ്തതാണ് നമ്മളിപ്പോ പഠിച്ചത് കേട്ടോ. 1 സ്മോള് പഠിച്ചു, 2 മിഡ് സൈസില് പഠിച്ചു, 3ാമത്തത് ലാർജ് പഠിച്ചു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലെവൽ ഓഫ് കെയർ ആണ്. ഓക്കെ, ലെവൽ ഓഫ് കെയർ ആരാ വായിക്കുമെന്ന്? ലെവൽ ഓഫ് കെയർ വായിക്കണം, പ്രൈമറി കെയർ വായിക്കണം. ഓക്കെ, വായിച്ചോ. Level of care. Another basis of classifying hospitals is level of care, which are basically 3 primary care, secondary care, and tertiary care. Primary care. The hospitals that provide basic medical care such as outpatient consultation, vaccination, medicine for simple ailment or seasonal infection, normal deliveries, etc. are called primary care hospitals. In government system, primary health centers, PHC, are the hospitals that provide primary care. Primary care hospitals are simple organization with limited resources. നമ്മള് പേഷ്യൻസിന്, രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽസിന്, ആശുപത്രികളെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്നുള്ള 3 ലെവലാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് പ്രൈമറി കെയർ. പ്രൈമറി കെയർ എന്ന് വെച്ചാല് അതില് കൊടുക്കുന്നത് ഈ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻസ്, അതുപോലെ വാക്സിനേഷൻ, കുത്തിവെപ്പുകള്, പിന്നെ മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ് സീസൺ. ഓരോ കാലാവസ്ഥയിലും ഓരോ അസുഖങ്ങൾ വരുമല്ലോ, അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻ ഒക്കെ കൊടുക്കുക, അതൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത്. അതുപോലെ നോർമൽ ഡെലിവറീസ്, സാധാ സുഖപ്രസവങ്ങൾ, അതൊക്കെ ചെയ്യുന്നതാണ് ഈ പ്രൈമറി കെയറിലുള്ളത്. പിന്നെ ഈ ഗവൺമെന്റ് സിസ്റ്റം, ഈ PHC
പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഗവൺമെന്റിന്റെ ഓരോ സെന്ററുകൾ. അതില് പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആർ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സ്. വളരെ കുറച്ച് റിസോഴ്സ് ഉള്ള എന്നാൽ അത്യാവശ്യം കൊടുക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള സംഘടനകളെയാണ് എന്തെന്ന് പറയാ, പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയാം. അങ്ങനെയാണോ? ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ, അപ്പോ ലെവൽ ഓഫ് കെയർ അല്ലെ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ലെവൽ ഓഫ് കെയർ. ലെവൽ ഓഫ് കെയറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കാം അല്ലെ. മൂന്നായിട്ട് നമുക്ക് കെയറിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലിൽ നമുക്ക് തരംതിരിക്കാം. ആദ്യത്തേതാണ് എന്ത്, പ്രൈമറി കെയർ. രണ്ടാമത്തേത് സെക്കൻഡറി കെയർ. തേർഡ് വൺ ഈസ് ടെർഷ്യറി കെയർ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പ്രൈമറി കെയർ അല്ലെ. ഹോസ്പിറ്റല് നമുക്ക് എന്തൊക്കെ, അതായത് ഹോസ്പിറ്റലിലെ ചില സർവീസുകൾ നമുക്ക് തരുന്നുണ്ട്. അതിനകത്ത് ചില സർവീസുകൾ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ തരുന്ന, അതായത് അത്തരത്തിലുള്ള സർവീസ് തരുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മള് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ സർവീസുകളാണ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് നമുക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കൊന്ന് റിവൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത്, അതായത് പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ നമുക്ക് തരുന്ന ആദ്യത്തെ കെയർ എന്ന് പറഞ്ഞാല് അത് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആണ്. ഓക്കെ, ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് എനിക്കൊരു രോഗം വന്നു, ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്താണ്, ഞാൻ രജിസ്റ്റർ ചെയ്തു, ഡോക്ടറെ കണ്ടു, ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു, ഞാൻ ഫാർമസിയിൽ നിന്ന് മരുന്ന് മേടിച്ചു, ഞാൻ തിരിച്ചെന്ത് ചെയ്യാണ്, വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പുറത്തു നിന്നാണ് ഞാൻ ചെന്നത് അല്ലെ, തിരിച്ച് എങ്ങോട്ട് പോകുന്നു, പുറത്തേക്ക് തന്നെ പോകുന്നു. അതാണ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, ഒരാള്, ഒരു രോഗി രോഗത്തിനായിട്ട് ആശുപത്രിയിൽ വരികയും ആ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം ട്രീറ്റ്മെന്റ് എടുത്തിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നതാണ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, ഇനി ഇൻ പേഷ്യന്റ് എന്നാണ് നോക്കാം. ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞാല് നമ്മളൊരു രോഗത്തിനായിട്ട് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടർ പറയാണ്, നിങ്ങള് കുറച്ചു നാള് ഈ ഹോസ്പിറ്റലിൽ കിടക്കണം എന്ന് പറയാണ്. കുറച്ചു നാളത്തെ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളൊന്ന് പരിചരിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അയാൾ അവിടെ അഡ്മിറ്റ് ചെയ്തു അല്ലെ. അപ്പൊ അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് കുറച്ചു നാളത്തേക്ക് അയാൾ അവിടെ കിടക്കും. ഓക്കെ, അപ്പൊ അയാൾ ആരായി, അയാള് ഇൻ പേഷ്യന്റ് ആവാണ് ചെയ്യുന്നത്. കാരണം അയാൾക്ക് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല, ഹോസ്പിറ്റലിലാണ് അയാള് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മള് ഇൻ പേഷ്യന്റ് എന്നാണ് വിളിക്കുന്നത്. കിടത്തി ചികിത്സയിലുള്ള രോഗികളെ ഇൻ പേഷ്യന്റ് എന്നും കിടത്തി ചികിത്സയില്ലാത്ത രോഗികളെ ഔട്ട് പേഷ്യന്റ് എന്നുമാണ് തരംതിരിച്ചിരിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തത് വാക്സിനേഷൻ ആണ്. കുത്തിവെപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഗർഭിണികൾക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താണ്, സമയാസമയങ്ങളിൽ വാക്സിനേഷൻ നൽകുന്ന ഹോസ്പിറ്റലുകളാണ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ മാരകമല്ലാത്ത രോഗങ്ങൾക്ക്, അതായത് നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരില്ലേ, ഇപ്പൊ പനി, ചുമ, ജലദോഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ സീസണൽ ഇൻഫെക്ഷൻ, ഇപ്പൊ മഴ സീസൺ അല്ലേ, ഇപ്പൊ മഴ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് കിട്ടും അല്ലെ. അപ്പൊ സീസൺ അനുസരിച്ച് ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ചൂട് വരുമ്പോ എന്താണ്, നമ്മുടെ ദേഹത്തൊക്കെ ചൂട് കുരു പൊന്തും, അതുപോലെ തന്നെ സൂര്യാഘാതം ഒക്കെ ഉണ്ടാവും അല്ലെ, നമ്മുടെ ദേഹം പൊള്ളൊക്കെ ചെയ്യില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ്, ട്രീറ്റ്മെന്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നോർമൽ ഡെലിവറീസ്, സുഖപ്രസവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ട് എവിടെ, ഈ ഒരു പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ. അപ്പോ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി നമ്മള് ഇവിടെ പറയുന്നുണ്ട്, ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ PHC ആണ് നമുക്ക് പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. PHC എന്ന് പറഞ്ഞാല് പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നാ പറയുന്നത്. നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, സബ് സെന്റർ, PHC, CHC എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളെ തരംതിരിക്കുന്നത് പഠിക്കാനുണ്ട്. PHC എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെയാണ് എന്ത് പറയാ,
PHC എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ കെയർ ആണോ കിട്ടുന്നത് അത് PHCയിൽ നമുക്ക് കിട്ടും. അതാണ് ഇവിടെ പ്രൈമറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റല് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. പിന്നെ എന്താണ്, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി കുറച്ച് നമുക്ക് എഴുതാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇനി ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ടീച്ചർ ആ ഹോസ്പിറ്റലിന്റെ ഒന്ന് ആദ്യം തൊട്ടേ ഒന്ന് പറയാം. ഏതാ ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻ. മീനിങ് അല്ലേ? അത് പറയാട്ടോ. ഇപ്പൊ ഇത്രയും വായിച്ചല്ലേ നമ്മള് പ്രൈമറി കെയർ വരെയാണ് എടുത്തത്. ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആയല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തരാം, വേർഡ് മീനിങ് പറഞ്ഞു തരാം. ഞാൻ പറയുകയും ചെയ്യും, ടൈപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഹോസ്പിറ്റലിന് താഴേക്ക് എഴുതാ കേട്ടോ. താഴേക്ക് കേട്ടോ, കാരണം ഓരോ ലിറ്ററിന്റെയും മീനിങ് എഴുതണ്ടേ. അപ്പൊ അതിനകത്ത് ആദ്യത്തേത് H ആണ് അല്ലെ. H എന്ന് പറയുന്നത് ഹീലിംഗ്. ടൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. H ഹീലിംഗ്. O for observation. ഒബ്സർവേഷൻ കേട്ടോ. S for supervision. P for persuasion. I for investigation. Investigation. I for investigation. T for treatment. A for assurance. Okay. The last one is L for leisure. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡുകളാണുള്ളത്. ഇനി ഹീലിംഗ് എന്ന് പറഞ്ഞാൽ സുഖപ്പെടുത്തുക എന്നാണ് കേട്ടോ. സുഖപ്പെടുത്തുക. ഹീലിംഗ് സുഖപ്പെടുത്തുക. ഒബ്സർവേഷൻ നിരീക്ഷിക്കുക. സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാല് മേൽനോട്ടം വഹിക്കുക. മേൽനോട്ടം വഹിക്കുക. പെർസ്വേഷൻ ഉപദേശിക്കുക. ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുക. മാം P4 ക്ലിയർ ഇല്ല. പെർസ്വേഷൻ മോളെ കമന്റിൽ ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ, കാണുന്നില്ലേ? പെർസ്വേഷൻ. പെർസ്വേഷൻ കേട്ടോ, ഉപദേശിക്കുക. ഓക്കെ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷിക്കുക. ട്രീറ്റ്മെന്റ് ചികിത്സിക്കുക.
അഷ്വറൻസ് ഉറപ്പു നൽകുക. ലെഷർ വിശ്രമാവസ്ഥ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ പഠിച്ചല്ലോ, സ്മോൾ ഹോസ്പിറ്റൽ എന്നൊക്കെ പഠിച്ചില്ലേ? ഓരോന്ന് നമ്മൾ വായിച്ചു പറഞ്ഞ് മനസ്സിലാക്കി തന്നല്ലോ. അപ്പൊ നമുക്ക് ഓരോന്നിനും ഓരോ പോയിന്റ് ആയിട്ട് നമുക്കൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. ആദ്യത്തെ ഇത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. സ്മോൾ ഹോസ്പിറ്റലിനെ ഞാൻ പറഞ്ഞുതരാം. സ്മോൾ ഹോസ്പിറ്റലിൽ ആദ്യം വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാല് 30 or less beds ആണ്. നിങ്ങൾക്ക് മെമ്മറിയിൽ കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയിന്റ് പറയുന്നത് കേട്ടോ. അപ്പോ 30 or less beds ആണ് എന്ത് സ്മോൾ ഹോസ്പിറ്റൽ, ആദ്യത്തെ പോയിന്റ്. ഇനി രണ്ടാമത് വരുമ്പോ they do not offer highly care. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് ഔട്ട് ചെയ്യാം അല്ലെ. they do not offer highly care. ഇനി മൂന്നാമത്തേത് വരുമ്പോ അത് ഇത്തിരി വലുതാ. മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ സ്മോൾ ഹോസ്പിറ്റൽ. Majority of in India are small hospital. First point 30 or less beds ആണ്. First 30 or less beds. രണ്ടാമത്തേത് limited resources. മൂന്നാമത്തേത് majority of in India small hospital. It outsources various services. It outsources various services. Okay. ടീച്ചർ ഒന്നുകൂടെ ഒന്നുകൂടെ പറയൂ ടീച്ചറെ. ആദ്യത്തെ പോയിന്റ് എന്താ വരിക? നിങ്ങൾക്ക് അവിടെ വായിച്ചു നോക്കിയില്ല. ആദ്യത്തെ പോയിന്റ് എന്താ വരിക? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. 30 or less beds. ഓക്കെ, അത് ആദ്യത്തെ പോയിന്റ്, അത് എഴുതുക. രണ്ടാമത്തേത് എന്താ വരിക? ലിമിറ്റഡ് റിസോഴ്സസ്. ലിമിറ്റഡ് റിസോഴ്സസ് വരുമോ അല്ലെ? ലിമിറ്റഡ് റിസോഴ്സസ്. തേർഡ് വണ്ണോ? Majority of the hospital in India are small hospital. അതിന് മുമ്പുണ്ട് they do not offer highly care. They do not offer highly care. They do not offer highly care. highly care എന്താ ഇട്ടിട്ടുണ്ട് കേട്ടോ, കമന്റിൽ ഇട്ടിട്ടുണ്ട്. highly care. അതുപോലെ തന്നെ it outsources various services. It outsources various services. Okay. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ എങ്ങനെ എഴുതണ്ടെന്ന്? ഓക്കെ, അപ്പൊ ബാക്കി രണ്ടെണ്ണം കൂടി നിങ്ങൾ ഒന്ന് എഴുതി. മിഡ് സൈസിലും ലാർജും. എന്താ മിഡ് സൈസിന്റെതാണോ ഇനി സ്വന്തമായിട്ട് എഴുതി നോക്കണ്ടേ? മിഡ് സൈസിലും ലാർജും എഴുതാം കേട്ടോ. മിഡ് സൈസിൽ എഴുതാം, അതിനുശേഷം ലാർജ് ഹോസ്പിറ്റലിലും എഴുതാം. എക്സ്ക്യൂസ് മീ മാം. ഹലോ ഹലോ പറഞ്ഞോ മാം. ആ പോയിന്റ് ഒന്നും കൂടെ പറയണം. അവിടെ കറണ്ട് പോയി, അതുകൊണ്ട് കിട്ടിയില്ല ആ പോയിന്റ്സ് പറഞ്ഞത്. നോട്ട്സ് തരുമ്പോ ഉണ്ടാവോ?
എന്താ നോട്ട്സ് തരുമ്പോ ഉണ്ടാവോ? നോട്ട്സ് തരുന്ന അതല്ല, ഞാൻ അതിനകത്തുള്ള നോട്ട്സിലുള്ള കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് പോയിന്റ് എഴുതുന്നതാ കേട്ടോ, ഓക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക്. ഓക്കെ അതിനകത്ത് തന്നെ നോക്കി എഴുതിയാൽ മതി. ആ ഓക്കെ മാം. ഓക്കെ. എഴുതി കഴിയുമ്പോ ഒന്നും പറയാം കേട്ടോ. കഴിഞ്ഞോ? യെസ് മാം. ഏഞ്ചൽ മരിയ ജോസഫ് എന്ന് വായിച്ച മോളെ സെൽസിഡ് ഫസ്റ്റ് one, 30 to 100 beds are also very popular in India. അടുത്ത സെക്കൻഡ് വൺ കറക്റ്റ് ആണോന്ന് അറിയത്തില്ല. പക്ഷേ hospital are better equipped to provide complex service. ഓക്കെ. പിന്നെ third one, comprehensive as all large hospital. പിന്നെ Fourth one, emergency and intensive care and will have most of the clinical support service. ഓക്കെ. പിന്നെ fourth one, non-clinical service such as food service, ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ്. ഇത്ര മതി. അത്രേ ഉള്ളൂ. അത്ര മതി കേട്ടോ. അപ്പൊ 30 to 100 beds വരും ആദ്യത്തെ ഒരു പോയിന്റ്. പിന്നെ വെരി പോപ്പുലർ ഇൻ ഇന്ത്യ വരും. പിന്നെ മോർ റിസോഴ്സസ് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഓക്കെ, അത് കൂട്ടിച്ചേർക്കാം. പിന്നെ ബാക്കി മോള് പറഞ്ഞ പോലെ. ഓക്കെ. ലാർജ് ഹോസ്പിറ്റൽ ഒരാൾ വായിച്ചില്ലെങ്കിൽ ലാർജ് more than 100 beds offer multi-speciality and super speciality, plentiful resources, completely developed ICU, OT, emergency care. ഓക്കെ. അത്ര ഉള്ളത് മോർ ദാൻ 100 ബെഡ്സ് ഉണ്ട്. പിന്നെ എന്താണ്, മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ് ലാർജ് ഹോസ്പിറ്റൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പ്ലെന്റിഫുൾ റിസോഴ്സസ് ഉണ്ട്. പ്ലെന്റിഫുൾ റിസോഴ്സസ്. അതുപോലെ തന്നെ ഡെവലപ്ഡ് ICU, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഉണ്ട്.
എമർജൻസി കെയറും അതുപോലെ തന്നെ ക്ലിനിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം ആയി. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, ഇന്നെടുത്ത കാര്യങ്ങള് ഇന്ന് തന്നെ പഠിച്ചിട്ട് പോകും. അടുത്ത ക്ലാസ് ടീച്ചർ എപ്പോഴാ അടുത്ത ക്ലാസ്? അറിയില്ല മോളെ, ഇൻഫർമേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, കേട്ടോ, ടീച്ചറിന്റെ പേരൊന്ന് പറയാമോ? ഡൗട്ട് ചോദിച്ചോട്ടെ. എന്റെ പേര് അശ്വതി. എന്താ മിസ്, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പൊ 3 മാസം കഴിയുമ്പോ എക്സാം ഉണ്ടെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇന്നലെ ഞങ്ങളോട് അങ്ങനെയായിരുന്നു പറഞ്ഞത്. അല്ല വീക്ക്ലി ആണ്. 3 ദിവസം കഴിയുമ്പോഴോ? അല്ല, 3 മാസം കഴിയുമ്പോ എക്സാം ഉണ്ട്, പിന്നെ 3 മാസം കഴിയുമ്പോൾ എക്സാം ആണെന്നാണ് ഇന്നലെ പറഞ്ഞത്. അല്ല, അത് വീക്ക്ലി എക്സാം ഉണ്ട്, പിന്നെ മന്ത്ലി അങ്ങനെയുണ്ടെ കാണും. അല്ലാതെ ഫൈനൽ എക്സാം പറഞ്ഞിട്ടുണ്ട്. ആ 7 മാസമൊക്കെ 7 മാസമൊക്കെ ആവും. അല്ലല്ല, അങ്ങനെയല്ല പറഞ്ഞത്. സെമ്മ് പോലെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. 3 മാസം കൂടുമ്പോ ഉണ്ടെന്ന് ഉള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഓരോ മൊഡ്യൂളും കഴിയുമ്പോൾ എക്സാം ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ എടുക്കുന്നത് ഇപ്പൊ ഒരു ദിവസം, ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടല്ലോ, ക്ലാസ്സുകൾ ഉണ്ടാവുമ്പോ എന്ത് ചെയ്യാം, അതായത് 2 ക്ലാസ്സുകളായിട്ട് 2 മണിക്കൂർ ഉണ്ടല്ലോ, ആ ക്ലാസ്സുകൾ അന്ന് തന്നെ എന്ത് ചെയ്യാ, പഠിച്ചു പോവുക കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും പെൻഡിങ് ഒക്കെ വന്നാല് വീക്കിലി ഉണ്ടാവുമല്ലോ, വീക്കെൻഡ് ഉണ്ടാവുമല്ലോ, അന്നത്തെ ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, പഠിച്ചത് തീർക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നും നമ്മൾ പെൻഡിങ് ഇട്ട് വെക്കരുത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിന്റെ നോട്ട് കൂടാ കയറണം കിട്ടാൻ. എന്താ കഴിഞ്ഞ ക്ലിയർ ആവുന്നില്ല? അപ്പോ നമുക്ക് ടീച്ചർ വെയിറ്റിംഗ് ആണ്, അടുത്ത ടീച്ചർ വെയിറ്റിംഗ് ആണ് അവിടെ കേട്ടോ. ടീച്ചറെ നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ല മിസ്, എക്സാംസ് ഒക്കെ ഒബ്ജക്റ്റീവ് അതെ ഒബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റ് ഒന്നുകൂടെ പറയുമോ? എന്താ നെയിമും സബ്ജക്റ്റ് ഏതാ എടുക്കുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് പറയാമോ? എന്റെ പേര് അശ്വതി എന്നാണ്. ഇപ്പൊ ഞാൻ എടുക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലാണ്. ഓക്കെ, അത് ഇനി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. അത്രയും മാത്രം ഇപ്പൊ അറിയാം കേട്ടോ. ബാക്കിയുള്ളത് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു. Thank you, ma'am.